ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു PSC ജേണിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഒരിക്കലും PSC പഠനം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് LDCയിലും LGSയിലും എനിക്ക് റാങ്ക് നേടാൻ കഴിഞ്ഞു. ഈ യാത്ര എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എൻ്റെ PSC യാത്ര തുടങ്ങുമ്പോൾ സത്യത്തിൽ എനിക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്താണ് പഠിക്കേണ്ടതെന്നോ, എങ്ങനെ പഠിക്കണമെന്നോ, ഏത് ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഒരു പരീക്ഷയെ സമീപിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഓരോ പരീക്ഷ എഴുതുമ്പോഴും എന്താ പറയുക, ഓരോ അനുഭവങ്ങൾ എനിക്ക് പുതിയ കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്ന്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ചില പരീക്ഷകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം തന്നെ വ്യക്തമായത്. ഇപ്പോൾ PSC എന്ന് പറയുന്നത് വെറുതെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന ഒന്നൊന്നുമല്ല. ശരിയായ രീതിയിൽ പഠിക്കണം, സ്ഥിരത വേണം, പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതുവരെ കറണ്ട് അഫയേഴ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു അലർജി പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയോ അങ്ങ് പഠിച്ചു തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പലപ്പോഴും നമ്മൾ പഠിക്കുന്നതിലും പ്രധാനമാണ് എന്താണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതിന് കൃത്യമായിട്ട് അവർ തന്നിരിക്കുന്ന സിലബസ് ഫോളോ ചെയ്യുക, ശരിയായ രീതിയിൽ മോക്ക് ടെസ്റ്റ് നടത്തുക, PYQ ടെസ്റ്റ് നടത്തുക, റിവിഷൻ മസ്റ്റാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സെറ്റാവും. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ എനിക്ക് ഏകദേശം ഒരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. കയ്യിൽ ജോലി ലഭിച്ചില്ലെങ്കിലും ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. LDC പരീക്ഷയിലും അതുപോലെ കഴിഞ്ഞ കമ്പനി ബോർഡ് LGSയിലും മെയിൻ ലിസ്റ്റിലും എനിക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടുണ്ടായ പ്രിലിംസ് പരീക്ഷയും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായ വഴിയിൽ സ്ഥിരമായിട്ട് പരിശ്രമിച്ചാൽ എന്തായാലും നമുക്ക് ജോലി കിട്ടും. അങ്ങനെ 2 വർഷത്തോളം ഞാൻ ബ്രേക്ക് എടുത്തു. പക്ഷേ ആ ഇടവേള എന്നെ പിന്നോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നതിലും കൂടി എനിക്ക് ഇടം നേടാൻ കഴിയുമെന്നുള്ളത്. അങ്ങനെ എൻ്റെ PSC ജേണി ഞാൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കുന്നതിനൊപ്പം എൻ്റെ അനുഭവങ്ങളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും യൂട്യൂബ് ഷോർട്സ് വഴി ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കറണ്ട് അഫയേഴ്സ് എനിക്ക് നോക്കാൻ ഭയങ്കര മടിയുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ഒരു ദിവസം 2-3 ഷോർട്സ് വെച്ചാണ് ഇടുന്നത്. അതിൽ തന്നെ 4-5 കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ, എന്നാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ വരും. ഞാൻ കറണ്ട് അഫയേഴ്സ് ഇടുന്നത് ഒരു മാസം മുന്നേ ഉള്ളതൊന്നുമല്ല. ഇതിപ്പം ഇന്ന് 30 ആണെങ്കിൽ 28, 29 ആ ഒരു ഡേറ്റിൽ കറണ്ട് അഫയേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. PSC എന്താണെന്ന് പോലും അറിയാണ്ട് കടന്നു വന്നവരായിരിക്കും കൂടുതൽ പേരും. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തവരായിരിക്കും. സിലബസ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടി തോന്നും. നിങ്ങൾക്കറിയാം, എനിക്ക് എന്നെക്കാളും മുന്നേ പോകുന്നവരെ കണ്ടിട്ട് നിരാശ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് പഠിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. അതായത് ആദ്യകാലത്തൊക്കെ ഞാൻ കുറേ റാങ്ക് ഫയലായിരുന്നു നോക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ആ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ 2 എക്സാമും ക്രാക്ക് ചെയ്തെടുത്തത്. പക്ഷേ വിജയം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒന്നൊന്നുമല്ല അല്ലേ. ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളുടെ ഫലമാണ് നമുക്ക് വിജയമായിട്ട് മാറുന്നത്. ഞാനും ഒരിക്കലും ഒന്നും അറിയാതെ തുടങ്ങിയ ഒരാളായിരുന്നു. പക്ഷേ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി വീണ്ടും ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വാസം വയ്ക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു ദിവസം നിങ്ങളുടെ പേരും റാങ്ക് ലിസ്റ്റിൽ വരും. ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പാടില്ലേ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ആവശ്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഡെയിലി അത് ഷോർട്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് എൻ്റെ PSC ജേണി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.